കേരള സർവകലാശാലയുടെ കേരള പഠന വിഭാഗത്തിൽ നിന്ന് ഔദ്യോഗികമായി വിരമിക്കുന്ന പൗരസ്ത്യ ഭാഷാ വിഭാഗം ഡീനും സീനിയർ പ്രൊഫസറുമായ ഡോക്ടർ എം ഉണ്ണികൃഷ്ണന് മഹിതം സുകൃതം എന്ന പേരിൽ ആദരവും അനന്തപുരി നൽകുന്നുണ്ട്. നീണ്ട 36 വർഷത്തെ അധ്യാപന ജീവിതത്തിലെ അനുഭവങ്ങളും ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ജനം ടിവിയോട് പങ്കുവച്ചു. കേരള സർവകലാശാലയുടെ കേരള പഠന വിഭാഗത്തിൽ നിന്നും വിരമിക്കുന്ന പൗരസ്ത്യ ഭാഷാ വിഭാഗം ഡീനും സീനിയർ പ്രൊഫസറുമായ എം ഉണ്ണികൃഷ്ണൻ സാറാണ് നമ്മളോടൊപ്പം ഇന്ന് ചെയ്യുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഈ നീണ്ട 36 വർഷത്തെ ഈ സഫരിയ ഈ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഔദ്യോഗിക സഭയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം സംഭവിച്ചു പോയ ഒട്ടേറെ കാര്യങ്ങളുണ്ട് നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷാ അനുഭവമെല്ലാം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. കാരണം നീണ്ട കാലത്തെ സഫരിയാണ്, ഒരുപാട് ശിഷ്യ പരമ്പരകൾ നമുക്കുണ്ട്. ഭാഷ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ഈ കോളേജുകളിൽ ഈ അധ്യാപനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്രയും കാലത്തൊരു അനുഭവം എങ്ങനെയാണ് അത് അവസാനം അങ്ങയുടെ നേരത്തെ പറഞ്ഞതുപോലെ മാതൃസംഘടനയിൽ സർവകലാശാലയിൽ അങ്ങ് വിരമിക്കുക കൂടി ചെയ്യാം. എങ്ങനെയാണ് ഇക്കാലത്തെ ഒരു സഫലത എന്ന് നോക്കിക്കാണുന്നത്? ധന്യമായ സാർത്ഥകമായ യാത്രയായിരുന്നു അധ്യാപനത്തിൽ നടത്താൻ സാധിച്ചത് എന്നാണ് എൻ്റെ തോന്നൽ. അങ്ങനെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് വിരമിക്കുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കാണാൻ, പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ എനിക്ക് മുതൽക്കൂട്ടായി വന്നു ചേർന്നു. എനിക്ക് സാധിക്കുന്നത് പോലെ അവരെ സഹായിക്കാനും സാധിച്ചിട്ടുണ്ട്. ഞാൻ 1987 അധ്യാപനം ആരംഭിക്കുമ്പോൾ അന്ന് മലയാളം അധ്യാപകർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി രണ്ടാം ഭാഷയായിരുന്ന മലയാളത്തിന് കുട്ടികളെ കിട്ടാൻ സാധിക്കുന്നില്ല എന്നതായിരുന്നു. മാർക്ക് വേണ്ടത്ര കിട്ടുകയില്ല മലയാളം പഠിച്ചാൽ എന്നതുകൊണ്ട് കുട്ടികൾ മറ്റ് ഏതെങ്കിലും ഭാഷാ വിഷയം എടുത്ത് പോകുന്ന സമ്പ്രദായമാണ് അന്ന് ഉണ്ടായിരുന്നത്. എങ്കിലും മലയാളം ക്ലാസ്സുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികൾ ഏറ്റവും സന്തോഷത്തോടെ സംതൃപ്തിയോടു കൂടിയാണ് അവിടെ പഠിച്ചിരുന്നത്. അതിൻ്റെ കാരണം അധ്യാപകരുടെ മികവ് മാത്രമല്ല, പഠിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഭാഷയുടെ സൗന്ദര്യം, ആ ഭാഷയിലുണ്ടായ കൃതികളുടെ സൗന്ദര്യം, അതിൻ്റെ ആഴം, സാധ്യതകൾ ഒക്കെ അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ വിശാലമായ ഒരു ലോകവീക്ഷണത്തോടു കൂടി അവരുടെ സർഗാനുഭവങ്ങൾ ഉദ്ദീപിപ്പിക്കാനുള്ള പ്രേരണയോടുകൂടി ഒരു യാത്ര തുടങ്ങുന്ന അനുഭവം അവർക്ക് ഉണ്ടാകുന്നത് നേരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഭാഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മലയാളം ഇപ്പോൾ അങ്ങനെ ആരും എടുക്കാത്തൊരു ഭാഷ എന്നൊരു ഒരു പേരുദോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇപ്പോഴും കുട്ടികൾ അതിൽ കുറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇതിൽ എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണുന്നത്? ഇത്തരത്തിലുള്ള ഈ നമ്മുടെ ഭാഷയോട് കൂടിയല്ല, മലയാളം ആയാലും ശരി, അത് സംസ്കൃതമായാലും ശരി, ഈ നമ്മുടെ ഭാരതീയ ഭാഷകളിൽ നിന്ന് കുട്ടികൾ അകന്നു പോകുന്നത്, അങ്ങനെ ഒരു ചിന്ത അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ കാലയളവിലെ ഈ ജീവിതം കൊണ്ട്? ഭാഷയോട് കുട്ടികൾക്ക് യാതൊരു അകൽച്ചയും യഥാർത്ഥത്തിലില്ല. കുട്ടികളെ അതിലേക്ക് നയിക്കുന്ന സാഹചര്യം നാട്ടിലുണ്ടാകണം. നമ്മുടെ നാട്ടിൽ പ്രാഥമിക തലം മുതൽ തന്നെ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു മത്സര ബുദ്ധി കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന കുട്ടികളെല്ലാം ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മികവ് പുലർത്തുന്നുണ്ടോ എന്നുള്ള പരിശോധനയും കണക്കെടുപ്പും ഒന്നും നടന്നിട്ടില്ല. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് നമ്മളതിലേക്ക് കടക്കണ്ട. പക്ഷേ നമ്മുടെ മുൻ തലമുറക്കാർ സ്വന്തം ഭാഷയിൽ, മലയാള ഭാഷയിൽ, ആ മീഡിയത്തിൽ പഠിച്ച് എത്തിച്ചേർന്ന സ്ഥാനങ്ങളും അവർ ചെയ്ത സംഭാവനകളും അവരുടെ ഭാഷാ നിലവാരവുമൊക്കെ നോക്കുമ്പോൾ മലയാള മാധ്യമത്തിൽ പഠിക്കുന്നതൊരു പോരായ്മയാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. ശുഷ്കാന്തിയോടുകൂടി, നിഷ്ഠയോടുകൂടി ഭാഷാധ്യാപനം സാധിക്കുകയാണെങ്കിൽ അന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്ക് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം നല്ല നിലവാരം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം, ഒരു ചരിത്രം നമുക്കുണ്ട്. പിന്നെ ഈ പറയുന്ന വ്യത്യാസങ്ങളെല്ലാം വന്നത് മൊത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടാണ് എന്ന് വേണം പറയേണ്ടത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ
ഈ ആ നിലവാരം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. നമ്മുടെ ആ നിലവാരത്തിന്റെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണെന്ന് നോക്കിക്കാണുന്നത്. അതായത് ഒരു അധ്യാപക ഒരു ഈ നിലവിൽ പോലും നമ്മുടെ കേരളത്തിൽ പോലും അത്തരത്തിലുള്ളൊരു സാഹചര്യം രൂപപ്പെടുത്തുവാൻ ഈ അതത് കാലത്ത് ഭരിച്ചു വന്ന സർക്കാർക്കായിട്ടുള്ളത് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നേരത്തെ ഈ പറഞ്ഞ ഇംഗ്ലീഷിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുകയും അതിന്റെ ഒരു ഗൗരവം ഇംഗ്ലീഷിന് അധികമായിട്ട് കൊടുക്കുകയും, എന്നാൽ നമ്മുടെ തനത് ഭാഷയോട് പ്രാദേശിക ഭാഷകളെ അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഈ കാലാകാലമായി കടന്നു പോകുന്ന സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പല കാര്യങ്ങളും വേണ്ടത്ര നടപ്പിലാക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കോളനി ഭരണം ഉണ്ടായിരുന്നപ്പോൾ മാതൃഭാഷയോട് കടുത്ത എതിർപ്പായിരുന്നു എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ജനകീയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം നമുക്ക് നല്ല അവസരങ്ങളുണ്ടായിരുന്നു. ഇന്നും കേരളത്തിൽ മലയാളം രണ്ടാം ഭാഷയാണ്. ഒന്നാം ഭാഷയാക്കുന്നതിനുള്ള അവസരം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാമായിരുന്നു. അന്ന് ആ സർക്കാരിനെ നയിച്ചത് വെറും രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തി ആയിരുന്നില്ല. അദ്ദേഹം വലിയ സാഹിത്യകാരനും ചിന്തകനും ഭാഷാ പ്രവർത്തകനും സാംസ്കാരിക നേതൃസ്ഥാനം വഹിക്കുന്ന ആളുമൊക്കെ ആയിരുന്നു. തുടർന്ന് വന്ന പല ഭരണാധികാരികളും ഏതാണ്ട് അതേ നിലവാരം ഉള്ളവരും ആയിരുന്നു. എന്നിട്ടും നമുക്ക് നമ്മുടെ ഭാഷയെ മറ്റു പലരും ചെയ്തതുപോലെ ഒന്നാം ഭാഷയാക്കുന്ന കാര്യത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അത് എളുപ്പം സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. മലയാളത്തിന് പോരായ്മയില്ല. മലയാളത്തിൻ്റെ സാഹിത്യ സമ്പത്ത് പരിമിതമല്ല. മലയാളത്തിൽ പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് കൈവരിക്കാവുന്ന അവസരങ്ങളും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിമിതം എന്ന് പറയാൻ പറ്റില്ല. ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നാണ് അങ്ങയുടെ ഈ കാലയളവിൽ നിന്ന് അങ്ങ് പാഠമാക്കിയിട്ടുള്ളത്? അതായത് ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു വരുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ പാരമ്പര്യവും ശാസ്ത്രവും ഒക്കെ അതിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ നയം വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അതിലെങ്ങനെയാണ് അങ്ങയുടെ ഇത്രയും കാലത്തെ ഈ ഒരു ജീവിതത്തിലെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ നയം വേണമെന്നാണ്? വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥി കേന്ദ്രിതമായി തന്നെ രൂപപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ ബൗദ്ധികമായിട്ടുള്ള വികാസവും ഉന്നമനവും ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം അത് നടപ്പിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെ താല്പര്യങ്ങളും പരിരക്ഷിക്കപ്പെടണം. ദൗർഭാഗ്യവശാൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല. പകരം മറ്റാരുടെയൊക്കെയോ താല്പര്യത്തിനനുസരിച്ച് ആരൊക്കെയോ അവരുടെ താല്പര്യമനുസരിച്ച് നിർദ്ദേശിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉന്നത വിദ്യാഭ്യാസത്തിൽ വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലും അത് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടി ആർജിക്കേണ്ട നൈപുണികൾ, ഭാഷാപരമായിട്ടുള്ള നിലവാരം, ശേഷി തുടങ്ങിയവ ആർജിക്കുന്നതിന് പകരം ഏതെങ്കിലും ആശയത്തിൻ്റെ വഴിയിലേക്ക് കുട്ടി പോകേണ്ട ഒരവസ്ഥ വന്നു ചേരുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യക്തമായ വീക്ഷണം ഉള്ള നാടാണ് നമ്മുടെ ഭാരതം. ഒരുപക്ഷെ ലോകത്തിന് തന്നെ വിദ്യയുടെ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മഹിതമായ ചരിത്രത്തിൻ്റെ പേരിൽ കൂടിയാണ് ഭാരതം എന്ന പേര് നമ്മുടെ നാടിന് കൈവന്നിട്ടുള്ളത്. അതിനെ പോഷിപ്പിക്കുന്ന വിധത്തിൽ ധാരാളം വിചിന്തനങ്ങൾ മഹാമനീഷികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാര്യമായ പരിഗണന നേടിയെടുക്കുന്നതിന് നമുക്ക് നമ്മുടെ ഇടയിൽ സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ള ന്യൂനത നമുക്ക് മനസ്സിലാവുന്നു. ഈ അധ്യാപന കാലയളവിൽ നിരവധി ഗ്രന്ഥങ്ങൾക്കും അങ്ങ് രചന നിർവഹിച്ചിട്ടുണ്ട്. ഭാഷേതരമായിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾക്കും. അതിൽ പ്രധാനമായിട്ട് ചട്ടമ്പിസ്വാമികളുടെ ജീവചരിത്രം അല്ലെങ്കിൽ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള ഗ്രന്ഥങ്ങളും അങ്ങ് രചിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രചനാകാലം എന്ന് പറയുന്നത് ഈ സമയത്തിനൊക്കെ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിന്റെ ഇടയിൽ സമയം കണ്ടെത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളതല്ലേ? അതെ, അധ്യാപകനായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നേടാൻ സാധിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ഉന്നത ശീർഷരായ അധ്യാപകരുടെ മുന്നിൽ ഇരുന്ന് പഠിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. വളരെ സമർപ്പിത ചേതസ്സുകളും ധിഷണാശാലികളുമായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള അവസരവും എനിക്ക് കിട്ടി. ഇത് എല്ലാവർക്കും ഈ രണ്ട് സൗഭാഗ്യവും ഒന്നുപോലെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായി. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച ആളുകൾ സൃഷ്ടിച്ച മാതൃക പിന്തുടരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് അവർക്ക് നൽകുക എന്നുള്ളത് അതുപോലെ പ്രധാനപ്പെട്ട കടമയുമാണ്. ഇവ രണ്ടിനെയും സമന്വയിപ്പിക്കുമ്പോൾ പഠിച്ചതിനപ്പുറം പിന്നെയും പഠിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനുമുള്ള ഒരു പ്രേരണ നമുക്ക് വന്നു ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പലതും രചിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 18 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വന്തം പുസ്തകങ്ങൾ എന്ന നിലയിൽ 18 എണ്ണം എഴുതിയിട്ടുണ്ട്. 23 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഡിറ്റ് ചെയ്തതിൽ ഏറ്റവും ബൃഹത്തായ പുസ്തകത്തെക്കുറിച്ചാണ് അങ്ങ് ചോദിച്ചത്, ചട്ടമ്പിസ്വാമി പഠനങ്ങൾ. അത് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് മലയാളത്തിൽ സമാനതയില്ലാത്ത ആന്തോളജി എന്നാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഷേക്സ്പിയറെയും അതുപോലെയുള്ള എഴുത്തുകാരെയും ചരിത്ര നായകന്മാരെയും കുറിച്ച് മാത്രമേ 4-5 ആളുകളെ കുറിച്ച് മാത്രമേ ഇതിനോട് സമാനതയുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പണ്ഡിത ലോകത്തിൽ നിന്നും വന്നിട്ടുള്ള വിലയിരുത്തൽ. ചട്ടമ്പിസ്വാമികൾ കേരളം കണ്ട ഏറ്റവും സ്വതപ്രാമാണ്യമുള്ള മനീഷിയാണ്. സാധാരണ സന്യാസിമാരൊക്കെ തത്വചിന്തയിലും സാഹിത്യത്തിലും ചരിത്ര നിർമ്മിതിയിലും അവരുടെ സംഭാവന അർപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പക്ഷേ ചട്ടമ്പിസ്വാമികൾ അതിനപ്പുറത്ത് കേരളത്തിൻ്റെ വിജ്ഞാന മണ്ഡലങ്ങളിൽ എത്രയോ ചാലുകീറുകയും അതിനെല്ലാം പഥദർശിയായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഭാവിയുടെ ജ്ഞാനപുരുഷൻ എന്ന പരിവേഷത്തോടുകൂടി ചട്ടമ്പിസ്വാമികൾ ചരിത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന് ഈ പുസ്തകത്തിൽ സംഭാവന ചെയ്ത 200ഓളം എഴുത്തുകാരുടെ രചനകൾ മുതൽക്കൂട്ടായി എന്നാണ് പൊതുവെ കരുതുന്നത്. സാധാരണ ഈ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു വിശ്രമ ജീവിതമാണ്. പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വിശ്രമമില്ലാത്ത ജീവിതം എന്നായിരിക്കും അല്ലെ, എഴുത്തും മറ്റ് കാര്യങ്ങളിലൂടെ. വിശ്രമത്തിന് മാത്രമായിട്ടൊരു സമയം വേണം എന്നില്ല. എല്ലാ ജോലിയും ചെയ്യുന്നതിനിടയിലും നമുക്ക് വിശ്രമിക്കാം, വിശ്രമിക്കുമ്പോഴും ജോലി എടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. ഞാൻ ജോലി ചെയ്തതെല്ലാം ഒറ്റയ്ക്ക് ഏതെങ്കിലും ലോഡ്ജ് മുറിയിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. ജീവിതത്തിൽ ഒരു വലിയ പങ്ക് സമയവും യാത്രകൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിരുന്നു. ആ സമയം ഒക്കെ ആ പ്രയാസങ്ങൾക്കിടയിലും ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിച്ചത് കൊണ്ടാണ് ഈ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്ത് പൂർത്തിയാക്കാൻ സാധിച്ചത്. അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയുള്ള കാഴ്ചപ്പാട് എന്തൊക്കെയാണ് ഈ ഭാഷയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിനും സംസ്കൃതിക്കും ഒക്കെ ഈ ഒരു വിശ്രമ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലം, ആ കാലത്തിന് എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ തുടങ്ങി വെച്ച ചില പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, പൂർത്തിയാക്കണം എന്നാണ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ഭാഷയും സാഹിത്യവും സംസ്കാരവും ചരിത്രവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്, നമ്മുടെ രാഷ്ട്രം, ഭാരതം സംഭാവന ചെയ്ത മഹത്തായ നിരവധി ജ്ഞാനധാരകളെ കുറച്ചുകൂടി തെളിച്ചെടുത്ത് മലയാള ഭാഷയിൽ കൂടി അവതരിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു സേവനമാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ചെയ്യാൻ ഒരു വ്യക്തിക്ക് കുറച്ചു കാലം കൊണ്ട് സാധിക്കും എന്ന മൗഢ്യമൊന്നും എനിക്കില്ല. എങ്കിലും ചിലത് ആ വിധത്തിൽ പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളുമുണ്ട്. ഒട്ടേറെ ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇനിയും പുസ്തകങ്ങളും ഒക്കെ അങ്ങയിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനും സംസ്കൃതിക്കും ഒക്കെ ഇണങ്ങുന്ന തരത്തിലുള്ള ഒരുപാട് സംഭാവനകളും അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും വളരെയേറെ നന്ദിയുണ്ട് നമ്മളോട് ഈ സമയം ചിലവഴിച്ചതിന്. നമസ്കാരം. വളരെ സന്തോഷം. പ്രത്യേകം നന്ദി. നമസ്കാരം.